ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് വ്ലോഗാണ്. അപ്പോൾ അതാ നമ്മുടെ റമദാനും നോമ്പൊക്കെ വരാറായി. എല്ലാവരും ക്ലീനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കുറേ പേരുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റമദാനിന് ഈ ഒരു ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു നല്ല പവിത്രമായൊരു മാസം വരെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീടും മനസ്സൊക്കെ ഒരുങ്ങുകയാണ്. അപ്പോൾ നല്ല സന്തോഷത്തോടെ ആയിരിക്കും എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ എന്ത് ജോലിയില്ലേ ഇഷ്ടത്തോടെ ചെയ്താൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ. അതൊരു ഭാരമായിട്ടോ സ്ട്രെസ്ഫുള്ളായിട്ടോ ഒന്നും തോന്നില്ല. ഇന്ന് ഞാൻ 2 ബെഡ്റൂമും ലിവിങ്ങും ഹാളും ക്ലീൻ ആക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ മാസത്തിലൊരിക്കലൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാതെ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഈ 3 ഏരിയയും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം നല്ലോണം സ്പേസും കാര്യങ്ങളും ഡീപ്പായിട്ട് ക്ലീനൊക്കെ ചെയ്യണം എന്നുള്ളവർ ഒരു റൂമോ 2 റൂമോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. 2, 3, 4 റൂമൊക്കെ മൊത്തത്തിലൊക്കെ ചെയ്താൽ നമ്മൾ നല്ലോണം ടയേർഡാവും. ഇനി ദിവസങ്ങളൊന്നും ഇല്ല, കുറവാണ്. എന്നാലും എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് നോമ്പ് നോൽക്കാനുള്ളതല്ലേ, മൊത്തത്തിൽ ചെയ്ത് ടയേർഡായാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ലിവിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ആദ്യം തന്നെ ഷെൽഫിലുള്ള പ്ലാന്റൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ചെടികളൊക്കെ ഒന്ന് കഴുകിയിട്ട് നനച്ചു കൊടുത്തിട്ട് വെള്ളം മാറ്റാനുള്ളതൊക്കെ ഒന്ന് വെള്ളം മാറ്റി ഇനി വിൻഡോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളില്ലേ ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ പ്ലാൻ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ. അതുപോലെ ക്ലീനിങ്ങിന് ഇറങ്ങുന്നതിന് മുന്നേ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നാൽ നമ്മുടെ മൈൻഡൊക്കെ നല്ല ഒരു ഫ്രഷ് ഫീലായിരിക്കും കേട്ടോ. എന്നാൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ചെയ്യുന്ന കാര്യം വൃത്തിയോടെ ചെയ്യാം. ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മളിന്ന് ക്ലീനാക്കാൻ വിചാരിക്കാത്ത സ്ഥലങ്ങളുണ്ടാവില്ലേ, അവിടെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ക്ലീനാക്കി വെക്കുക. ഇതാ പൊടിയും മാറാലയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ആദ്യം തന്നെ ഇതാ കളഞ്ഞെടുക്കലാണ്. ആദ്യം ഇതാ ലിവിങ്ങിലും ഹാളിലും 2 ബെഡ്റൂമിലും മൊത്തത്തിൽ അങ്ങനെ മാറാലയൊക്കെ കളഞ്ഞെടുക്കലാണ്. നമ്മളെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരുന്നാൽ അത് നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആയിരിക്കും തരിക. പിന്നെ അതാ നമ്മൾ ക്ലീൻ ആക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം കേട്ടോ. ചിലരൊക്കെ പറയും ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലോണം നീറ്റായിരിക്കണം, അല്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആക്കി കൊണ്ട് നടക്കുക. ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലാത്ത നമ്മളിങ്ങനെ കൂട്ടി എടുത്തു വെക്കും, വല്ലപ്പോഴും ആവശ്യം വരില്ലേ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ നമുക്ക് തന്നെ അറിയാതെ നമ്മൾ ഒരിക്കലും യൂസ് ആക്കൂലെന്ന്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ കൂട്ടി വെക്കാതെ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുക. മൊത്തം മാറാലൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ എല്ലാ വിൻഡോസിലെയും പൊടികൾ തട്ടാം. ഇതാ ഈ സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ടുണ്ട്. സോഫ ഇതിന് മുന്നേ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു, ഒരു വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ അല്പം വിനീഗർ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കുക. അങ്ങനെ ആയാൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി സോഫ ക്ലീൻ ആക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊടി തട്ടാനുള്ളൂ. പിന്നെ വാർഡ്രോബൊക്കെ ഇതിന് മുന്നേ ഡ്രസ്സെല്ലാം ഒന്ന് വലിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി അതൊന്നും നോക്കാനില്ല. നമ്മൾ എത്ര ഫോൾഡ് ചെയ്ത് വെച്ചാലും അത് കുട്ടികൾ ഓരോ ഡ്രസ്സ് എടുത്തിട്ടും വലിച്ചിട്ടും അത് നീറ്റായിട്ടിരിക്കുന്നില്ല. അത് ഇടയ്ക്കിടെ നന്നാക്കാനുണ്ടാവും. നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യാനും അവരെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ നീറ്റാക്കി കൊണ്ടെടുക്കാനൊക്കെ ശീലിപ്പിക്കുന്നത് നന്നായിരിക്കും. ആണായാലും പെണ്ണായാലും അവരവരെ കാര്യം ചെയ്യാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. അവർക്ക് ആദ്യം പറയുമ്പോഴൊക്കെ നല്ലോണം മടി തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അത് പറഞ്ഞ് അവരെ ശീലിപ്പിച്ചാൽ അത് അവരുടെ ഭാവി തന്നെ ആയിരിക്കും കേട്ടോ അവർക്ക് ഉപകാരമാവുക. അവരെ വഴക്ക് പറഞ്ഞ് ഓവറായിട്ട് പ്രഷർ ചെയ്ത് ചെയ്യിപ്പിക്കരുത് കേട്ടോ. അത് അവർക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആവും. അവരോട് നല്ല രീതിയിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അങ്ങനെ അതാ പൊടി തട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബെഡ്ഷീറ്റ് എടുക്കുന്നത്. എന്നാൽ പിന്നെ ബെഡിലാവില്ലല്ലോ പൊടിയും കാര്യങ്ങളൊന്നും. പിന്നെ അതാ ഞാൻ 2 ബെഡ്ഷീറ്റ് ഇങ്ങനെ ഇടാറുണ്ട്. ബെഡ് കവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 ബെഡ്ഷീറ്റാണ് കേട്ടോ ഇടാറുള്ളത്. ബെഡ്ഷീറ്റ് ആയാൽ അത് എടുക്കാനും ഇടാനൊക്കെ നല്ല എളുപ്പമാണ്. ബെഡ് കവർ ആയാൽ കുറച്ച് പ്രയാസമാണല്ലോ അത് ഇടാനൊക്കെ.
അങ്ങനെ അടിച്ചു വാരലും കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാ ഭാഗങ്ങളും ഒന്ന് തുടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹോം മെയ്ഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലിതാ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. എന്നിട്ട് ഒരു ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ അത്രയും നമ്മുടെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ അത് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് ഡെറ്റോളോ അല്ലെങ്കിൽ പുൽത്തൈലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഈ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് വീട് മൊത്തം ക്ലീൻ ആക്കാം. ഉറുമ്പ് പ്രാണി ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. പിന്നെ നല്ലോണം ക്ലീനായി കിട്ടും. മൈക്രോ ഫൈബർ ക്ലോത്തും കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടും. ഇതാ ഈ ഒരു ടീപ്പോയി ക്ലീൻ ആക്കാം. ഇതായി മിറർ ഒന്ന് ക്ലീൻ ആക്കണ്ടേ. അപ്പോൾ നമ്മുടെ മിററൊക്കെ നല്ല വെട്ടി തിളങ്ങാൻ വിനീഗർ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതാ വാഷ് ബേസിന് ക്ലീൻ ആക്കണം. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് സ്ക്രബ്ബറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്നിട്ടിട്ട് ഒരിക്കലും നമ്മൾ ക്ലീൻ ആക്കരുത് കേട്ടോ. അപ്പോൾ അതിന് ഡാമേജ് സംഭവിക്കും. ഇതാ റൂമിലെത്തിയിട്ടുണ്ട്. നീ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. നമ്മളില്ലേ സ്പ്രേ ചെയ്യുമ്പോൾ ഫ്ലഗിലൊന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാ ഈ കോട്ടും ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ ബെഡ് ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇതിലൊന്ന് ഒരുപാട് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ ക്ലീൻ ആക്കണ്ട. ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുത്താൽ മതി. വുഡിലൊന്നും ഒരുപാട് അങ്ങനെ വെള്ളമാക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് തുടച്ചെടുത്താൽ മതി.
ഇതാ ഫാനൊന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാനിൽ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതാ ഒരു പഴയ ക്ലോത്ത് വെച്ചിട്ട് അതിൽ നിന്ന് തുടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നല്ല ക്ലോത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ സ്റ്റെയറിൻ്റെ ഈ ഹാൻഡ് റെയിലും ക്ലീൻ ആക്കണം. ഇതാ പ്ലാന്റ് വെക്കുന്ന ഈ ഒരു ഷെൽഫിലും അത്യാവശ്യം നല്ലോണം പൊടിയുണ്ട്. ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ വിൻഡോ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ കുറച്ച് പ്രയാസമുള്ളത് ഈ ഒരു വിൻഡോ തന്നെ ആയിരിക്കുമല്ലേ. അതിൻ്റെ ആ റെയിലും അതിൻ്റെ ഗ്ലാസ്സൊക്കെ ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ വീട് കുറച്ച് മുകളിലായതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ പോയിട്ട് അങ്ങനെ ഗ്ലാസ്സൊക്കെ തുടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദാ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലോറും കൂടെ നന്നായിട്ടൊന്ന് മോപ്പ് ചെയ്തിടണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോർ റൂം, വർക്ക് ഏരിയ, കിച്ചണ്, സിറ്റ് ഔട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.